അബ്ദോ ഓ ചിലപ്പോ മില്ലിലേക്ക് കൊണ്ടുപോണ്ട, ഇവിടെ അടുപ്പിച്ചോ. അതെന്തേ? മാഞ്ഞാണം പറയാണ്ട് പറയണേക്ക്. അന്നോട് ഇത്തിരി വർത്താനം പറയാണ്ട്. എന്തേ? ഇജ്ജ് വേഗം ഈ നാട്ടിൽ നിന്ന് പൊക്കോളി. ബാപ്പ എളാപ്പാരും ഒക്കെ കൊലവിളി വിളിച്ചോണ്ട് എന്നെ തെരഞ്ഞ് നടക്കുക. കൊല്ലട്ടെ, നമ്മള് പോവില്ല. ഇജ്ജ് എന്റെ ഉശിരി കാട്ടണ നേരമല്ല ഇത്. പണ്ട് പുന്നാരം പോയിൽ അടിയഴിക്കപ്പെട്ട് ഒഴിപ്പോയ ഞമ്മളെ പൊക്കിയെടുത്തോന അയ്യ്. കഴിഞ്ഞ തുലാവെള്ളത്തില് ഞമ്മൾ അച്ഛനാക്കിയ മരം എന്റെ തടി പണയം വെച്ച് ഈ മലയെന്ന് കൊണ്ടുവന്ന്. ഇജ്ജ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ കച്ചവടം തുളഞ്ഞനെ. അവിടൊക്കെ എന്റെ ഉസിരും മനസ്സും ഒക്കെ നമ്മൾ കണ്ടിരിക്കണ്. ഒക്കെങ്കില് ആ ഉസിരി ഇപ്പൊ കാട്ടിയാല് ഇവിടെ കുറെ ശവങ്ങൾ പെയ്യുന്നല്ലാണ്ട് ആർക്കും ഒരു ഗുണം ഉണ്ടാകാൻ പോണില്ല. പറയണത് തിരിയുണ്ട് അനക്ക്. ഉസിരല്ല ബുദ്ധിയാ വേണ്ടത്. അനക്കറിയില്ലേ അബ്ദു, ആന വരണ്ടിട്ട് വന്നാലും ഞമ്മള് കുലുങ്ങൂല. ഒക്കെങ്കില് ആമിനാന്റെ കണ്ണെന്ന് കലങ്ങിയാല് ഞമ്മക്ക് സഹിക്കൂല. അതുകൊണ്ട് പറയാ, എവിടക്കെങ്കിലും പോയി ഒരു പെണ്ണിനെ പോറ്റാനുള്ള ഉണ്ടാക്കിയിട്ട് വാ. അത് വരയ്ക്കും ഓളെ ആരും കൊണ്ടുപോകില്ല. ഞമ്മക്ക് ഉയരുള്ളിടത്തോളം ഞമ്മൾ സമ്മതിക്കൂല. നമ്മളെ ബാക്കിൽ വിശ്വാസം ഉണ്ടാ എനക്ക്. എവിടൊക്കെ പോവാ അറിയില്ല താത്ത. അക്കരെ കടന്നിട്ട് അപ്പൊ തോന്നുന്ന പോലെ എവിടൊക്കെ പോയാലും പത്തിടാൻ മറക്കണ്ട. അന്റെ അൻസത്തികൾക്കും ഇത്താത്തക്കും വേറെ ആരുമില്ല മോനെ. എന്തിനാ ഇതൊക്കെ കഴിച്ചെടുക്കണേ? വേണം, ഇതേ ഉള്ളു അനക്ക് തരാനൊക്കുണ്ട്. ഇജ്ജ് ബല്ലെടുത്തും കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇതെല്ലാം ഇട്ട് ഉടുത്തൊരുങ്ങിട്ട് നമ്മളെ ഈ കുട്ടികളെ എന്താക്കാനാ? ഇജ്ജ് ഇങ്ങനെയൊന്നും നേരം കളയണ്ട, വേഗം ഇറങ്ങിക്കോ. ഇക്കൊക്കെ പോയിട്ട് വരാം മക്കളെ. വെള്ളം. മോനെ ഉമ്മറേ, ബദരീകളെ ആരാ ചതി ചെയ്തത്? എന്തിനാണ് ഇവിടം വിട്ട് പോണമെന്നറിയാം. പക്ഷെങ്കിൽ എവിടേക്കാണെന്ന് നിശ്ചയില്ല. അങ്ങനെ ദൂരേക്ക് നടന്ന് ബൈക്ക് ഒരു അങ്ങാടി കച്ചവടക്കാരൻ്റെ പോത്ത് വണ്ടിയിലൊരു ഇത്തിരി ഇട കിട്ടി. മയങ്ങി ഉണർന്നപ്പോൾ കോഴിക്കോട് അങ്ങാടി എത്തിയിരുന്നു. അങ്ങാടി വെച്ചിട്ടാ ബാപ്പുട്ടി എന്നൊരു ചങ്ങായിനെ കിട്ടിയത്. ബോംബെ നിന്ന് വള്ളം കൊണ്ടുവരുന്ന ട്രക്ക് വണ്ടിയിലെ സർദാർജിൻ്റെ കിളിയായിരുന്നു അവൻ. ട്രക്ക് വണ്ടി മടങ്ങിയപ്പോൾ എന്നെയും കൂട്ടി. ബോംബെയിൽ ജൂഹു കടപ്പുറത്ത് ചായപ്പൊടി നടത്തുന്ന ഭാസ്കരേട്ടൻ്റെ സഹായം ഇത്തിരി ഉണ്ടായി. കിട്ടിയ പണിയെല്ലാം ചെയ്ത് പീടിയിൽ പാത്രം പോറി, കൈവണ്ടി വലിച്ച്, ചുവടെടുത്ത്, ഇടയിൽ ഇത്തിരി ഡ്രൈവിങ്ങും പഠിച്ച്. അങ്ങനെ ഒരു ടാക്സി ഓട്ടേണ്ട പണി കിട്ടി. ഒരു ദിവസം ദുബായിൽ നിന്ന് വന്നൊരു മുഹമ്മദ് ഇബ്രാഹിം നമ്മുടെ ടാക്സി വന്ന് കയറി. ദുബായിൽ കെട്ടിടം പണിക്ക് ആളെ എടുക്കാൻ വന്ന അവര്. പടച്ചോണ്ട് നമ്മളോട് ദയ തോന്നിയ നേരത്ത് മമ്മദിക്ക നമ്മളോടും ചോദിച്ച് ഇജ് പറഞ്ഞാൽ ദുബായിക്കെന്ന് പോയി. അവിടെ ഒരു കമ്പനിയിൽ മണൽ കോർന്ന ലോറീൻ്റെ ഡ്രൈവറായിട്ട് പണിയും വാങ്ങിയെന്ന്. 3 കൊല്ലം കഴിഞ്ഞാലേ ലീവ് തരുമെന്നായിരുന്നു കണ്ടീഷൻ. അരബയറ് കഴിച്ച് വെള്ളവും കുടിച്ച് ഉറങ്ങാണ്ട് ആ പൊരി വെയിലത്ത് പണിയെടുത്ത്. ആമിനാനെ കുറിച്ച് ഓർത്തപ്പോൾ ആ ചൂടെല്ലാം നമുക്ക് കുളിരായിരുന്നു. കഷ്ടപ്പെടാൻ ഉസിരി തോന്നിയിരുന്നു. കിട്ടിയ കാശെല്ലാം കൂട്ടിവെച്ച് ആമിനാക്കായിട്ട് എല്ലാ 3 ദിവസം കൂടുമ്പോഴും എഴുത്തിവിടും. സുഖാണെന്ന് മാത്രം എത്താത്തക്ക്, ബാക്കിയില്ല ആമിനാക്ക്. അത് മാത്രമായിരുന്നു നമുക്ക് ആകെയുള്ളൊരു ചെലവ്. എപ്പയാ ഇബ്ലീസ് നാട്ടി വേണ്ടെന്ന് എഴുതിയേക്കണേ? അടുത്ത മാസം 7-ാം തീയതി. മുതലാളി, 3-4 കൊല്ലമായി കുറെ അധികം എഴുത്തായി നമ്മളിങ്ങനെ കീറിക്കളയണു. ആ അബ്ദു എങ്ങാനും അറിഞ്ഞ എന്റെ പണി പോവും. പോണെങ്കി പോട്ടെ. ഈ ഗവൺമെന്റ് തരുന്ന ഓട്ടക്കാരന് അനക്കെന്തിനാ പൗലൂസേ? അന്നെ നമ്മള് കൂപ്പി കണക്ക് ചെയ്താൻ വിടാം. ഇപ്പൊ കിട്ടുന്ന 3 ഇരട്ടി കിട്ടും. ദുബായിൽ നിന്ന് വേറെ വല്ല എത്തുണ്ടെന്ന്. ആ ഉണ്ട്. ആ തയ്യക്കാരൻ ബാപ്പൂട്ടിയുടെ മോൻ മാക്കിൽ മരക്കാരല്ലേ, ഓന്റെ ഒരു കത്തുണ്ട്. ഓന് വായിച്ചു കൊടുക്കുമ്പോ അതിലെഴുതാത്ത 2 വരി കൂടി കൂട്ടി വായിക്കും. ഉണ്ണിക്കണ്ടൻ നായരോട് തെക്കേ കണ്ടത്തിന്റെ വില കുറച്ചുകൂടി എന്ത് ഭാഷയാണിത്? എഴുതുമ്പോഴെങ്കിലും നേരെ എഴുതിക്കൂടി. പിന്നെ നമ്മുടെ ഹൈദ്രോസിക്കാന്റെ മോൻ അബ്ദു ഇവിടെ ഉണ്ട്.
ഇന്നലെ ഓന്റെ നിക്കാഹ് കഴിഞ്ഞു. ഒരു അറബി പെണ്ണിനെയാണ് ഓൻ കെട്ടിയത്. അല്ലാ, നിർത്ത് നിർത്ത് നിർത്ത്. അത്രാലി, നമ്പ്യാരെ, മായൻകുട്ടി, നിങ്ങൾ കേക്കണ്ട? നമ്മുടെ ഈർച്ചക്കാരൻ അബ്ദു അറബി പെണ്ണിനെ കെട്ടിയിന്ന്. വെറുക്കിന് പറയാന്ന് പറയത്താത്ത. 1.5 കൊല്ലായില്ലേ ഒരു കത്തെങ്കിലും അയച്ചിട്ട്. ഓൻ എന്തായെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പൊടിയും കിട്ടണില്ല. അവസാനായിട്ട് കിട്ടിയ കത്ത് എനിക്കിപ്പോഴും കാണാൻ പാടാം. എന്നിട്ടിപ്പോ വെറുക്കിന് പറയാ എല്ലാരും അബ്ദു നിക്കാഹ് കഴിച്ചെന്നും പറഞ്ഞ് വെറുക്കിനെ ഒരു കത്തയച്ചിട്ട് തയ്യക്കാരൻ ബാപ്പുട്ടിന്റെ മോൻ എന്തിട്ടാനാ? അപ്പൊ എല്ലാം നേരാവുന്നാണോ നിങ്ങളും പറയണ സുബദാത്ത? അബ്ദു ഞമ്മളെ മറന്നു. അബ്ദു ഞമ്മളെ വേണ്ട. പേഴ്സിലായിരുന്നു കേട്ടല്ലോടാ അബ്ദു. അതെ, ലീവിന് വന്നാ. ഭാര്യയെ കൊണ്ടുവന്നില്ലേ? നമ്മൾ ഇനി പെണ്ണ് കെട്ടിട്ടില്ല. ഈ അറബി പെണ്ണെ കെട്ടുന്നാണല്ലോ നാട്ടുകാര് പറയണം. അറബി പെണ്ണാ? നോണ പറയണൊക്കെ നാക്ക് പോയിത്തോ. അമിത ഒരു മുട്ടനെ നമുക്ക് ഉടനെ വേണം. നാട്ടുകാർക്ക് ഇച്ചിരി ബിരിയാണി കൊടുക്കാനാ. ആ, ഉടനെ വേണമെങ്കിൽ വേറെ വയ്ക്കോ. നമ്മുടെ അടുത്തുള്ള ആരിലൊക്കെ മടപ്പല്ല ആമരപ്പെണ്ണെ ഇക്കായനെ കൊടുത്തു പോയി. എവിടെയായിരുന്നു ഈ ഇത്രയും കാലം? ചത്ത ഉയരോടെ ഇരിക്കണമെന്ന് അറിയണ്ടേ? തീ തന്ന് കൈയായിരുന്നു. ഇത്താത്ത ഈ 2 എണ്ണങ്ങളും എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? കഴിഞ്ഞില്ലേ എല്ലാം? വന്നിടത്തേക്ക് എന്നെ പൊക്കോളി. നമ്മൾ പറയണത് ആർക്കും വിശ്വാസമാവണില്ലേ? ഇല്ല, ഇക്കാലം അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് പൂട്ടിക്കെട്ടി നമ്മൾ ഇങ്ങോട്ട് വരുമോ? ഇതിലെന്തോ ചതിയുണ്ട് ഇത്താത്ത. ആരൊക്കെ കൂടെ നമ്മളെ ചതിച്ച? ഇവിടുത്തെ കാര്യം മറന്നോളാ. പക്കെങ്കിലും ഓള് ആമിനെ പെണ്ണ്, ഓളെ കുറിച്ചൊന്നും ഓർക്കാറുന്നില്ല എനിക്ക്. ഇത്രയും കൂടെ കാത്തിരിക്കായിരുന്നില്ലേ? ഓക്ക് ജോളെ കുറ്റം പറയണ്ട. എന്നും ബേലിക്കൽ വന്നെന്ന് ചോദിക്കരുത്. അബ്ദുവിന്റെ ബെബരം വല്ലതും ഉണ്ടോ താത്താന്ന്? വേറെ പെണ്ണിനെ കെട്ടിന്ന് നാട് മുയ്യനും പാടിയിട്ടും വെറുക്കണെ പറയണമെന്ന് ഉറക്കെ പറഞ്ഞ് കരയായിരുന്നു ഓള്. ഇനിയിപ്പൊ എന്തിനാ ഇതൊക്കെ പറയണ? എല്ലാം കഴിഞ്ഞ് മറന്നാളാ. അന്റെ തലയില് ആ വര ഭരിച്ചിട്ടില്ലാന്ന് വെച്ചോ. എന്തെളുപ്പത്തിലാ ഇങ്ങള് പറയണ ഓളെ മറന്നാളാന്ന്? മറക്കാനാണ് ഇത്താത്ത ഇത്രയും നാൾ ഉള്ളു മുഴുവൻ ഓളെ നിറച്ചു വെച്ച് നമ്മളിങ്ങോട്ട് ഓടി വന്ന്. പിന്നെ ചെന്തപ്പ ചെയ്യാൻ പോണ? അന്റെ ആ പയ്യ ആമന ഇപ്പൊ ഇല്ല. നിക്കാഹ് കഴിഞ്ഞ് പുയ്യാപ്പിളേന്റെ കൂടെ പോവാൻ ഒരുങ്ങി നിൽക്കണ പെണ്ണാണോള്. അന്റെ നെഞ്ചി പിടയ്ക്കണ കാണാൻ കഴിയാഞ്ഞിട്ടല്ല മോനെ. എന്നോട് വേറെന്താ പറയണ്ടെന്ന് ഈ താത്തക്ക് അറിയണില്ല. വേഗം ഒരുക്കോളി, ചോറിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങേണ്ടിയല്ലേ? വേഗം വരിട്ടാ. ആ പേരെനിക്ക് ഓർമ്മണ്ട. അതും മറന്നിരിക്കുന്നു ധരിച്ച നമ്മള്. പുതിയ എണ്ണായിട്ട് ഇച്ച് മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പടം നമ്മളെ കൽവിലുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പല്ലവന്റെ പെണ്ണായിട്ട് ഇച്ചയിലേക്ക് കാണേണ്ടി വരും നനച്ചില്ല. നമ്മുടെ ഉള്ളിൽ ആദ്യം വരുമെന്ന് നനച്ച് പിന്നെ വരുമെന്ന് ചോദിച്ചു, പിന്നെ വരൂല എന്ന് പറഞ്ഞു. എങ്കിലെനക്ക് എങ്ങനെ തോന്നി പെണ്ണെ ചേലിക്ക് കെട്ടി ഒരുങ്ങാൻ? നമ്മളൊരു പെണ്ണല്ലേ? ബാപ്പയും ഉമ്മയും പുരയിലുള്ളവര് പറയണത് തട്ടാൻ പറ്റും? വേണ്ടാന്ന് കാല് പിടിച്ച് കരഞ്ഞു നോക്കി, പറഞ്ഞു നോക്കി, ആര് കേൾക്കാനാ? നമ്മളെന്താ ചെയ്യാൻ? തൂങ്ങിച്ചാകായിരുന്നില്ല എനിക്ക്. ഇനി കഴിഞ്ഞിട്ടെന്താ കാര്യം? അബ്ദുവിന് കരയാൻ തോന്നുന്നില്ലേ? ഇല്ല, നമ്മൾ കരയില്ല. ഇജ് നമ്മുടെ തന്നെ ഇപ്പോഴും നമ്മുടെ തന്നെ. പിന്നെന്തിനാ നമ്മൾ കരയണം? ആമിനാനെ കൊണ്ട് മാപ്പിള കൂട്ടം പോയതിന്റെ പിന്നാലെ ഇറങ്ങിയതാ നമ്മളും. വൈന്ന് കൂടെ കൂടിയതാ ഈ ഉസ്മാൻ. കൂന്താലി കടവത്ത് വന്ന് ഇറങ്ങിയപ്പോ തോന്നിയ ബുദ്ധിയാ ഈ കച്ചവടം.
ഓളെ ഒന്ന് കാണാൻ വേറെ ഭയൊന്നും കണ്ടില്ല. മൊയ്തുട്ടി ഹാജീനെ മണിയറയിൽ കയറ്റാണ്ടോള് ഇത്ര നാൾ ഓരോ ഒഴിവ് പറഞ്ഞു നിന്ന്. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെങ്കില് നിങ്ങളെ രണ്ടാളുടെ മനസ്സിലെന്താണെന്ന് നമുക്ക് തിരിയണില്ല. പലതും വിചാരിച്ച് ഹാജിയാരെ നേരി കണ്ട് കാര്യം പറയാന്ന്. മനസ്സലിവുള്ളവനാണെങ്കിൽ മൊയ് ചൊല്ലി ഹാജിയാരോളെ ഞമ്മക്ക് തന്നാലാന്നും കൂടി കിനാവ് കണ്ടുപോയി. ഫസ്റ്റ് കിനാവ് തന്നെയാണ്. മൂന്നാം കെട്ട് നമ്മളെ മൈമൂനാനെ ഒഴിഞ്ഞേരാത്ത ഹറാം പറഞ്ഞവനാണോ? ചക്കര ഈ ചോട്ടലമാര് ഒട്ടിയിരിക്കുവൻ എന്റെ ആമിനാണ് മേലെ. ഹാജിയാർ ഓളുടെ മേലെ കൈവച്ച അപ്പ ചാവുന്ന ഓള് പറഞ്ഞിരിക്കണ. ആമിനാനെയൊക്കെ അറിയാം, ഓളത് ചെയ്യും. അതിന് എന്താ ചെയ്യാൻ കണ്ടിക്കണ്? ഒന്ന് പൊരേ നിറക്കി കിട്ടിയാല് എവിടെയെങ്കിലും കൊണ്ടുപോകും. അല്ലാണ്ട് വേറൊരു വഴിയും നമ്മൾ കാണില്ല. കോലറക്കലെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങണത് പെരുന്നാളിന്റെ അന്നും വയല് കേൾക്കാനും പിന്നെ പെരുന്നാൾ ചന്തയിൽ ചിന്തി വാങ്ങിക്കാനും മാത്ര. ആ റംലാൻ മാസത്തില് പിറ കണ്ട പെരുന്നാളായി. എങ്കിൽ അന്ന് നമ്മൾ ഓളയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോകും. പറയാനെ കൊണ്ട് എളുപ്പമാണ്. ഇന്നൊരുത്തന്റെ പെണ്ണിനെ കട്ടോണ്ട് പോകാനാണ് ഇച്ചിവിടെ തിരിഞ്ഞു കളിക്കണമെന്ന് പുറത്തറിഞ്ഞാലി നമ്മളെ നാലാളുടെ മയ്യത്ത് കൂന്താലി പോയാലും മഞ്ചിന്റെ ചേലി കൊയ്യ കിടക്കും. തെറ്റാണ് ഈ ചെയ്യണത്. ഓള് നിക്കാൻ കഴിഞ്ഞോളാ. ആണിന്റെ പെണ്ണിന്റെ കൽബിലാണ് നിക്കാഹ് നടക്കണത്. മൊയ്തുട്ടി ഓളെ കെട്ടിന നേരെ മുമ്പ് തന്നെ നമ്മുടെ ആമിന് എന്റെ കൽബിൽ അത് നടന്നു കഴിഞ്ഞിരിക്കണ്. എന്റെ ഇന്ന് കൊത്തിക്കൊണ്ടുപോയതാ. നിനക്കത് തിരിച്ചു വേണം. അനക്കതിനുള്ള ഉസിരുണ്ടത്തു. എന്നാ നമ്മളൊന്നും ആലോചിക്കണില്ല. അന്റെ കൂടെ നമ്മളുണ്ട്. പക്ഷെങ്കിലേ ബുദ്ധിമോശം കാട്ടണ്ട. ചിന്തിച്ചെന്തേലും ജഹള ഉണ്ടാക്കണ കാര്യം നമ്മളേറ്റ് പിന്നെല്ലാം പടച്ചോ നിശ്ചയിക്കും. അതുവരെ നിങ്ങളിവിടെ കുടിക്കോ? പായും വെറ്റൊക്കെ ചോയിന്റെ കുടിയില്ല. ഇജ്ജ് പോയി എടുത്തോ. അതുവരേക്ക് ആ ഹിമാറ് മണിയറെ കയറാൻ പാടില്ല. എന്താ ഒരു ഭയ